അടിപൊളി റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 കോൺസ് ഉണ്ട്, കോൺസ് 2 ഉണ്ട്. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണ്. എന്തിന്റെ? റേഡിയസിന്റെ. റേഡിയ എന്ന് പറയുന്നത് റേഡിയസിന്റെ പ്ലൂരൽ ഫോം ആണ് കേട്ടോ. യെസ്, ദെയർ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദിയർ വോളിയം എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, V1/V2 അല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ? ഞാൻ പറഞ്ഞു റേഷ്യോയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒന്നെങ്കിൽ V1/V2 അല്ലെങ്കിൽ A1/A2 മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. V1/V2 ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തേന്റെ വോളിയം, കോണിന്റെ വോളിയം 1/3 πr²h. രണ്ടാമത്തെ കോണിനാണ് 1/3 πr²h. V1 എന്ന് പറയുന്നത് V1 തന്നെ, V2 എന്ന് പറയുന്നത് V2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു r² ആരാടാ? ഒന്നാമത്തെ റേഡിയസ് 3 ഇൻറ്റു 3 ഇൻറ്റു ഒന്നാമത്തെ ഹൈറ്റ് 2 ആണ് കേട്ടോ. 2 ഡിവൈഡഡ് ബൈ രണ്ടാമത്തേൻ്റെ എന്താടാ? രണ്ടാമത്തേൻ്റെ 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 3. അല്ല സാറേ, റേഷ്യോ തരുമ്പോൾ അതിനെ നേരെ ഇതാക്കി കൊടുക്കാൻ പറ്റുമോ? യെസ്, കൊടുക്കാൻ പറ്റുമോ. നമ്മൾ റേഷ്യോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ നേരെ അങ്ങനെ തന്നെ കൊടുത്ത് കണ്ടിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 1/3 വെട്ടിപ്പോയി, പൈയും വെട്ടിപ്പോയി, 3യും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളതെന്ന് പറഞ്ഞത്? V1/V2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 എത്രയാടാ? 3 ഇൻറ്റു 2 6 ആണ്. ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 എത്രയാടാ? 25. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V1:V2 ഈസ് ഈക്വൽ ടു 6:25 എന്ന് എഴുതിക്കൂടെ? സെറ്റ് അല്ലേ? യെസ്.